അടുത്ത ദിവസം ഇതിനെ അടിക്കാൻ പറ്റില്ല എന്ന രീതിയിൽ പല അവസരങ്ങളും നമ്മൾ കിട്ടുന്നുണ്ട്. ഞാൻ ഇനി എന്തുകൊണ്ടാണെന്ന് അറിയില്ല, അന്ന് ആ ഓഫർ അടിച്ചതിന് ശേഷം ഫിജിക്കാർട്ടിൽ ഇന്നേ വരെ വെച്ചിട്ടുള്ള എല്ലാ ഓഫറുകളും ഞാൻ അച്ചീവ് ചെയ്തു. ഒരു ഓഫർ പോലും മിസ് ചെയ്തു. ആ ഓഫർ അച്ചീവ് ചെയ്തെടുത്തൊക്കെ എനിക്ക് കുറെ ഡയമണ്ട്സിനെ കിട്ടിയിട്ടുണ്ട്, കുറെ എമറാൾഡ്സിനെ കിട്ടിയിട്ടുണ്ട്, കുറെ ക്രൗൺസിനെ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇതാണ് മാറ്റർ. ഇന്ന് നിങ്ങൾ ഈ ഒരു ഓഫറിനെ നിങ്ങൾ കാണേണ്ടത് ഇങ്ങനെ തന്നെ. ചെറിയൊരു ഓഫർ അല്ല. നമുക്ക് ഈ ഓഫറിൽ വരുന്നത് എന്തൊക്കെയാണെന്നുള്ളത് അറിയാലോ. എന്തൊക്കെയാണ് ഓഫറുകളുള്ളത്? ബ്രാൻഡഡ് ഷർട്ട് ഉണ്ട്, അല്ല BMN ഷർട്ട് വരുന്നുണ്ട്, അതുപോലെ സാരി വരുന്നുണ്ട്, അതുപോലെ തന്നെ ബമ്പർ പ്രൈസ് 3 മൊബൈൽ ഫോണുകൾ വരുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈ പ്രൈസിന് വേണ്ടിയിട്ടല്ല നമ്മൾ ഓടുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിങ്ങൾ നിങ്ങളുടെ ടീമിനെ ഫോക്കസ് ചെയ്യേണ്ടത് ഒരിക്കലും ഈ പ്രൈസുകളെ വേണ്ടിയിട്ടല്ല. ഈ പ്രൈസുകൾക്ക് വേണ്ടി ഓടുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എമറാൾഡ്സും ഡയമണ്ട്സും ക്രൗൺസും. നാളെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന വരുമാനം, ആ വരുമാനം ഉണ്ടാക്കി തരുന്ന ആളുകളെയാണ് നിങ്ങൾ കണ്ടെത്താൻ പോകുന്നത്. സോ അതിനു വേണ്ടിയിട്ടുള്ള വലിയൊരു പ്ലാനിങ്സിലാണ് നമ്മൾ ഇന്ന് ഇറങ്ങുന്നത്. ഈ മീറ്റിംഗ് കഴിഞ്ഞ് പോകുന്ന സമയത്ത് വ്യക്തമായ പ്ലാനിങ് നിങ്ങളുടെ കയ്യിലുണ്ടാവും. വെറുതെ എന്തെങ്കിലും ചെയ്യാന്നുള്ളതല്ല. വെറുതെ അവിടെ നമ്മുടെ ടീമിന്റെ കൂടെ അവിടെ ഓടുന്നു ഇവിടെ ഓടുന്നു അങ്ങനെ ഒന്നുമല്ല നമ്മൾ പ്ലാൻ ചെയ്യാം. വ്യക്തമായ പ്ലാനിങ് ഉണ്ടാവണം, വ്യക്തമായ സ്ട്രക്ചറിലായിരിക്കണം നിങ്ങൾ പ്ലാൻ ചെയ്യുന്നത്. എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഇപ്പൊ ഞാൻ സംബന്ധിച്ചോളം ഞാൻ നോക്കുന്ന സമയത്ത് ഒരു ടീമിൽ ഒരു ഓഫർ വരുന്ന സമയത്ത് ഞാൻ എന്റെ ടീംമേറ്റ്സിനെ വിടും. ഞാനൊരു സെയിൽസ് എക്സിക്യൂട്ടീവ് ആയ സമയത്താണ് ഞങ്ങൾക്ക് ഒരു ഓഫർ വരുന്നു, ഒരു ഹൗസ് ബോട്ട് ഓഫർ. അപ്പൊ ആ സമയത്ത് ഗ്രേറ്റ് ലീഡേഴ്സ് ആയിട്ട് നിൽക്കുന്ന സിസാർ എത്തിയിട്ടില്ല, നമ്മുടെ മോസിൻ സാർ, നജിത് സാർ, അതുപോലെ തന്നെ വൈശാഖ് സാർ, ഇവരൊക്കെ ഉണ്ടായിരുന്നു ആ സമയം. അപ്പൊ ഞങ്ങൾ ഇവരൊക്കെ അതുൽ സാർ, ഞങ്ങൾ ഇവരൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു നമുക്കിത് അടിക്കണം, ഈ ഓഫർ അടിക്കണം, നിങ്ങൾ റെഡിയാണോ? റെഡിയാണ്. ഏത് രീതിയിലുള്ള കളിയാക്കലുകളും പരിഹാസങ്ങളും പല രീതിയിലുള്ള നിരാശകളും നിങ്ങളുടെ മുന്നിലുണ്ടാവും. ഇതൊക്കെ ഓവർടേക്കിംഗ് ചെയ്ത് തരണം ചെയ്ത് നിങ്ങൾ ഇത് അച്ചീവ് ചെയ്യാൻ റെഡിയാണോ? അങ്ങനെ നിങ്ങൾ റെഡിയാണെങ്കിൽ നിങ്ങളുടെ കൂടെ ഓടാൻ ഞാൻ. ഇതായിരുന്നു ഞങ്ങളെ ടീമിനെ ഇൻവോൾവ് ചെയ്തത്. ഞങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു ധൈര്യം തന്നു, അച്ചീവ് ചെയ്യണം, ഇത് അടിക്കണം എന്നുള്ള ഒരു ധൈര്യം വന്നു. അന്ന് ടീം ഒളിമ്പ്യനിലായിരുന്നു ആ ഒരു ഓഫർ വന്നു. ആ ടീം ഒളിമ്പ്യനില് 3 ബസ്സുകളാണ് ആലപ്പുഴയിലേക്ക് പോയത്. അതിൽ ഒരു ബസ്സിൽ മുഴുവനും ടീം റീപ്പേഴ്സിന്റെ കുട്ടികളായിരുന്നു. ടീം റീപ്പേഴ്സ് ഓർഗനൈസേഷനിൽ വന്നിട്ടുള്ള അച്ചീവേഴ്സിനായിരുന്നു ആ ഒരു ബസ്സിൽ കൊണ്ടുപോയി. അപ്പൊ നിങ്ങൾ നോക്കിയാൽ മതി, ടീം ഒളിമ്പ്യനില് 3-1 ടീം റീപ്പേഴ്സ് ആയിരുന്നു അന്നും ഇന്നും. ആ രീതിയിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യമാണ്, ഈ ഓഫർ ടീം റീപ്പേഴ്സ് ഓർഗനൈസേഷനിൽ വെച്ചിട്ടുള്ള ഈ ഒരു ഓഫർ, അത് ഏറ്റവും കൂടുതൽ അടിക്കേണ്ടത് റോയൽ ലയൺസ് ആയിരിക്കും. അവിടെ ആയിരിക്കണം നമ്മുടെ കളി വേണ്ടത്. അവിടെ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യണം എന്നുള്ള പ്ലാനിങ്സ് നമുക്കുണ്ടാകും. ഈ റീപ്പേഴ്സ് ഓർഗനൈസേഷനിൽ ഈ പറഞ്ഞ ഓഫറിൽ വേണ്ടിയിട്ട് 10ഓളം ബാഗുകൾ അങ്ങനെ കുറെ അച്ചീവ്മെന്റ് ഉണ്ട്. ഈ പറഞ്ഞ അച്ചീവ്മെന്റ് നറുക്കെടുക്കാൻ നിൽക്കുന്ന സമയത്ത് ആ നറുക്കെടുപ്പിൽ ഏറ്റവും കൂടുതൽ ലോഡ്സ് ഉണ്ടാവേണ്ടത് ടീം റോയൽ ലയൺസിലായി. അങ്ങനത്തെ ഒരു പ്ലാനിങ്ങോടെ ആയിരിക്കണം നമ്മൾ ഇറങ്ങുന്നത്. അതിന് എന്ത് വേണം, ഏത് രീതിയിൽ ചെയ്യണം, എങ്ങനെ വർക്ക്ഔട്ട് ചെയ്യണം എന്നൊക്കെ വ്യക്തമായി അറിയണം. ആദ്യം നമ്മളൊരു എക്സാമ്പിളാണ് വിചാരിക്കുക, നമ്മളിപ്പം ഏതെങ്കിലും ഒരു മാച്ചിന് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ നമ്മളൊരു യുദ്ധത്തിന് പോകുന്ന സമയത്ത് അതിന് വ്യക്തമായ പടയാളികളുണ്ട്. നമ്മുടെ ശക്തരായുള്ള സേനാധിപതികൾ നമ്മുടെ ചുറ്റുമുണ്ടാവും. അവരെ കണ്ടുകൊണ്ടാണ് നമ്മൾ പലതിനും ഇറങ്ങുന്നത്. ഇതേപോലെ തന്നെ ആയിരിക്കണം നിങ്ങളുടെ ടീമിൽ അങ്ങനത്തെ ഒരു ബാച്ചിനെ നിങ്ങൾ കണ്ടെത്തണം. അങ്ങനത്തെ ഒരു ബാച്ചിനെ നിങ്ങൾക്ക് മിസ് ചെയ്യരുത്. വേണേ അത് നിങ്ങളുടെ അടുത്ത സുഹൃത്തായിരിക്കണമെന്നില്ല, വേണേ അടുത്ത നിങ്ങളുടെ റിലേറ്റീവ് ആയിരിക്കണമെന്നില്ല. പക്ഷെ ആ ലെഗിൽ രണ്ടാമത്തെ ലെയറിലോ 3ാമത്തെ ലെയറിലോ 5ാമത്തെ ലെയറിലോ വേണേ 9ാമത്തെ ലെയറിലോ ആയിരിക്കാം വേണമെങ്കിൽ നിങ്ങളുടെ ആ ഡയമണ്ട് കിടക്കുന്നത്. അവനെ കണ്ടെത്തണം. അപ്പം ഞാൻ എക്സാമ്പിൾ എങ്ങനെയാണ് അവനെ കണ്ടെത്തുന്നത് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ ഞാൻ 100-110 സ്പീഡ് ഓടാൻ തയ്യാറാക്കുന്നത്, അല്ലെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നബീസ മാഡം, ഈ നബീസ മാഡം 100-110 സ്പീഡ് മീറ്ററിൽ ഓടാൻ നിൽക്കുക. ആ ഓടുന്ന സമയത്ത് എന്നോട് നബീസ മാഡം തൊട്ടടുത്ത് നിൽക്കുന്ന ഞാനാ, എന്നോട് പറയും വിപിനെ
ഞാൻ 110 km/h സ്പീഡിൽ ഓടാൻ നിൽക്കുകയാണ്. നീ ഓക്കെ അല്ലേ? എന്റെ കൂടെ ഓടാൻ റെഡി അല്ലേ? ഞാൻ പറഞ്ഞു മേഡം എനിക്ക് അത്ര സ്പീഡിലൊന്നും ഓടാൻ പറ്റില്ല. എന്നാ കുഴപ്പമില്ല, നീ ഒരു 20 km/h ഓടണമെന്നാണ്. അതും എനിക്ക് നടക്കുമെന്ന് തോന്നില്ല മാഡം. എന്നാ പോട്ടെ കുഴപ്പമില്ല, നീ അറ്റ്ലീസ്റ്റ് നടക്കെങ്കിലും ചെയ്യണം. മേഡം എനിക്ക് നടക്കുന്ന സമയത്ത് മുന്നോട്ട് പോകുന്നൊരു പേടിയുണ്ട്. കുഴപ്പമില്ല, വീഴട്ടെ, വീണ് കഴിഞ്ഞാൽ നീ എഴയെങ്കിലും എന്ത് ചെയ്യണം. വീണ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എഴയാൻ പറ്റുമെന്ന് തോന്നില്ല നബി സാറ. ഇങ്ങനെ പറയുന്ന ആളുകളെല്ലാം നിങ്ങൾ ലെഫ്റ്റും റൈറ്റും വെക്കണം. സംഭവം മനസ്സിലായില്ലേ? നിങ്ങൾ ആരെ കൂടെ ഓടണം, ആരെ കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യണം, ഏത് രീതിയിൽ ഫോക്കസ് ചെയ്യണം എന്നുള്ളത് വ്യക്തമായിട്ട് ഇത്രയും സിമ്പിൾ ആയിട്ട് ഞാൻ പറയാൻ പറ്റില്ല. ഈ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം വളരെ പവർഫുൾ ആണ്. അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ കൂടെ ഓടുന്ന ബാച്ചിനെ ഇന്ന് സെലക്ട് ചെയ്തു. പക്ഷെ അവരെ മാത്രം ഫോക്കസ് ചെയ്തു. ബാക്കിയുള്ള ആളുകളുമായിട്ട് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ വേണം, നിരന്തരമായ കമ്മ്യൂണിക്കേഷൻ വേണം. നിങ്ങളുടെ കൂടെ ഓടാൻ തയ്യാറായിട്ടുള്ള ആളുകൾക്ക് ഗ്രോത്ത് ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ കമ്മ്യൂണിക്കേഷനിലൂടെ അവരെന്ത് ചെയ്യും? അത് വർക്കൗട്ട് ചെയ്താലേ കാര്യം നടക്കൂ, അല്ലെങ്കിൽ പണിയെടുത്ത സെയില് നടക്കും അല്ലെ? അപ്പൊ പലർക്കും ഉള്ളൊരു തോട്ടലാണ് ബോച്ചേറ്റി ഇറങ്ങിയതിനു ശേഷം ബോച്ചേറ്റി മാത്രമേ സെയില് നടക്കൂ എന്നുള്ളൊരു തോട്ട് ലെവലുണ്ട് പലരും. ഞാൻ പല മീറ്റിംഗ്സ് ഞാൻ കഴിഞ്ഞപ്പോ ഞാൻ 2-3 മാസത്തിനിടയിൽ ഞാൻ എത്രയോ മീറ്റിംഗ്സ് അറ്റൻഡ് ചെയ്തു. ആ മീറ്റിംഗ്സിലൊക്കെ പല ആളുകളുമായിട്ട് സംസാരിച്ച സമയത്ത് പറയാണ്, സർ ബോച്ചേറ്റി മാറ്റി വെച്ചുകൊണ്ട് ഒരു ബിസിനസ് നടക്കില്ല. ഞാനത് ബോച്ചേറ്റി നിൽക്കുമോ അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. അപ്പൊ നമ്മൾ പറയാണ്, ഇപ്പൊ ഓൾറെഡി ഇത് കോടതിയിൽ കേസ് നടക്കുന്ന ഒരു സാധനമുണ്ട്. അതുപോലെ തന്നെ എനിവേ സംസ്ഥാന ഗവൺമെന്റ് ലോട്ടറി രീതിയിലേക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് ഇത് നാളെ നിന്ന് പോയെന്ന് വിചാരിക്കുക, നമ്മൾ ബിസിനസ് സ്റ്റോപ്പ് ചെയ്യുമോ? ഇല്ലാന്ന്. ഈ ബോച്ചേറ്റി ഇല്ലെങ്കിലും അണ്ടർ പീരിയഡ് 50% 25% അച്ചീവ് ചെയ്ത് വരുമാനം ഉണ്ടാക്കിയ ആളുകൾ, അല്ലെങ്കിൽ അത് സെയില് നടത്താൻ കപ്പാസിറ്റി ഉള്ള ആളുകളാണ് എന്റെ മുന്നിലുള്ള ഓരോരുത്തരും. അങ്ങനെ നടത്തിയ ആളുകളാണ്. പക്ഷെ ബോച്ചേറ്റി വന്ന സമയത്ത് അത് മാത്രം സെയിൽ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രശ്നം. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം ഇതാണ്, ഒരു ഓഫറിനെ നിങ്ങൾ എങ്ങനെ കാണണം. ഞാൻ കണ്ട രീതിയിൽ ആ ഓഫറിനെ കണ്ടുകൊണ്ടാണ് എനിക്കുണ്ടായ മാറ്റങ്ങൾ. ഇപ്പൊ എല്ലാവരും ഇപ്പം വിളിക്കുന്നുണ്ട്, എല്ലാ എംസുകളും അല്ലെങ്കിൽ എല്ലാ ബിഒപികളും വിളിക്കും വേഗത രാജധാൻ വേഗത. എന്താ ഇതിന് വന്നുള്ള വേഗത എന്ന് പറഞ്ഞാൽ എനിക്ക് ഞാൻ ചെയ്ത കാര്യം ഇതാണ്, ഞാൻ ഒറ്റ പോടില്ല. ഓടുന്ന സമയത്ത് എന്റെ കൂടെ എന്റെ ചുറ്റുമുള്ള ആളുകൾ ഉണ്ടാവും. എന്റെ ചുറ്റിനുള്ള ആളുകൾ, ഓടാൻ കപ്പാസിറ്റി ഉള്ള ആളുകളെ മാത്രമേ ഞാൻ എന്റെ ചുറ്റിനും എത്തിക്കുള്ളൂ. അതാണ് വേറെ. അപ്പൊ അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലേക്ക് നിങ്ങളുടെ ടീമിനെ കൊണ്ടുവരുത്തണം. അപ്പം അതിന് ഇവിടെ നമ്മൾ നോക്കേണ്ട കാര്യം, ഈ പറഞ്ഞ കാറ്റഗറി ഇങ്ങനെ ഈ ഓഫറിന് നിങ്ങളുടെ ടീമിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്ത് വെച്ചോ, നിങ്ങൾ അത് ഇൻജെക്ട് ചെയ്ത് വെച്ചോ. ഈ നിങ്ങളുടെ ടീം മെമ്പേഴ്സിനെ ഓരോരുത്തരെയും വിളിച്ച ഒരു എക്സൈറ്റ്മെന്റോടെ നിങ്ങൾ ഈ ഒരു ഓഫറിനെ പറഞ്ഞു എന്ന് വിചാരിച്ചോ, ഇവിടെ ഉണ്ടാകുന്ന ഒരു പ്രത്യേകത വേറെ ഒന്നല്ല, നിങ്ങൾ പോയി പ്ലാൻ പറഞ്ഞ്, നിങ്ങൾ പോയി ഫോളോ അപ്പ് ചെയ്ത്, നിങ്ങൾ പോയി പിന്നെയും ഫോളോ അപ്പ് ചെയ്ത് ക്ലോസ് ചെയ്യുന്ന ഒരു സിസ്റ്റം അതങ്ങ് മാറും. കുറെ എണ്ണുണ്ട്, നമ്മളൊരു ടച്ച്, ഒരു തട്ടിന് തട്ടിക്കഴിഞ്ഞാൽ പറക്കാൻ വീഴാൻ നിൽക്കുന്ന കുറെ ആളുകളുണ്ട്. ഇപ്പൊ ഈ അടുത്ത ടീം ഒളിമ്പ്യന്റെ ഒരു വാട്സപ്പ് ഇത് കണ്ടു, ചാനലിൽ ഒരു സാധനം കണ്ടു. എല്ലാ കിളികൾ തന്നെയാണ്, പക്ഷെ ചിലതിനെ അറിയൂ ചിറകുണ്ടെന്നതാണ് അല്ലെ? അപ്പൊ ആ കിളി പറക്കണമെങ്കിൽ നമ്മളൊരു തട്ട് കൊടുക്കണമായിരിക്കും. അപ്പൊ നിങ്ങളുടെ ചുറ്റും നിൽക്കുന്ന ടീം മെമ്പേഴ്സ് അവരുടെ കഴിവും കപ്പാസിറ്റിയും എത്ര ഉണ്ട് എന്ന് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തട്ടി നോക്കണം, അപ്പോഴേ അറിയുള്ളൂ എന്നാണ്. അപ്പൊ നിങ്ങളുടെ ടീം മെമ്പേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നിർബന്ധമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ടീം മെമ്പേഴ്സ് വേണേൽ വിളിച്ചാൽ ഫോൺ എടുക്കണമെന്നുണ്ടാവില്ല, കണ്ടിന്യൂസ് ആയിട്ട് വിളിക്കുക. കണ്ടിന്യൂസ് ആയിട്ട് വിളിച്ചിട്ട് ഫോൺ കിട്ടാത്ത ആളുകൾ എന്ത് ചെയ്യണം? പോയി കാണാൻ ശ്രമിക്കണം. നിങ്ങൾ കണ്ട് സംസാരിച്ചിട്ട് നിങ്ങൾക്ക് അയാൾ ഈ ഓഫറിലേക്ക് ഒന്ന് പ്ലാൻ ചെയ്യുന്നില്ലേ, അവിടെ നിങ്ങളുടെ സെയിൽസ് മാനേജർ അപ്പോൾ ലീഡേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യണം. ഒരു DSM റാങ്കിലുള്ള ലീഡേഴ്സിനെ ഫോളോ അപ്പുകളിൽ കൊണ്ടുപോയി അവരുടെ സമയം കളയിക്കാന്നല്ലാതെ അതല്ല ഫോക്കസ് ചെയ്യേണ്ടത്. നിങ്ങളുടെ DSM ലീഡേഴ്സിനെ എങ്ങനെ ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ടീം മീറ്റിംഗ്സിലേക്ക് ഇൻവോൾവ് ചെയ്യുക. ആ ടീം മീറ്റിംഗിൽ 10, 15, 20 ആളുകൾ വേണ്ട, 4, 5 ആളുകൾ ധാരാളം. അല്ലെങ്കിൽ ഞാൻ പറയട്ടെ, ഈ ഓഫറിൽ എനിക്ക് ഒരുത്തനെ കിട്ടിയിട്ടുള്ളൂ, അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഒരുത്തനെ കിട്ടിയിട്ടുള്ളൂ. ആ വ്യക്തിയാണ് എനിക്ക് കൊണ്ടുവന്നത് 2 കോടിയുടെ ബിസിനസ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്?
നമ്മുടെ ടീമിൽ ആ പൂച്ച പെറ്റ പോലെ കുറെ എണ്ണം ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. മനസ്സിലായില്ലേ? ഈ പൂച്ചകളെയാണ് നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ബോച്ചേട്ടി വിറ്റുകൊണ്ട്. സത്യം പറഞ്ഞില്ല, നിങ്ങൾക്ക് പുലിക്കുട്ടികളല്ലേ വേണ്ടത്? ആണല്ലോ. ഈ പുലിക്കുട്ടികൾ ഉണ്ടായാലല്ലേ നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പറ്റുള്ളൂ. എന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ പറ്റിയത് ഈ പുലിക്കുട്ടികൾ ഉണ്ടായാലും. ഇപ്പൊ ഞാൻ ഇന്ന് 7 ക്ലബിൽ പറഞ്ഞ കാര്യമാണ്. ഞാൻ എന്റെ അമ്മയും എന്റെ കുട്ടിയും, ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുമായിട്ട് അടുത്ത മാസം മലേഷ്യ പോവാം. ഞാൻ അമ്മയോട് പറഞ്ഞു, കഴിഞ്ഞ ആഴ്ചയാണ് ഞാൻ അമ്മയോട് പറഞ്ഞത്. കാരണം ഞാൻ പാലക്കാട്, തൃശ്ശൂര്, എറണാകുളം പറഞ്ഞ ജില്ലകളിലായിട്ട് കുറച്ച് കോൺസെൻട്രേറ്റ് ചെയ്ത് ഓടുകയാണ്. അപ്പം മാസത്തിൽ 1, 2, 3 ദിവസം വീട്ടിലുണ്ടാവും. ഞങ്ങൾ ആലോചിക്കണം 50 ലക്ഷം കിട്ടി ചങ്ങായിക്കുന്ന വീട്ടിലിരുന്നോടെ. എന്താണെന്നറിയില്ല, അതിയായ ആഗ്രഹം. പൈസക്ക് അങ്ങനത്തെ പ്രശ്നമുണ്ട്. എത്ര വന്നാലും പൂതി തീരില്ല. എത്ര പൈസ വന്നാലും നമുക്ക് പൂതി തീരില്ല. കാരണം അത്രയും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും വന്നുകൊണ്ടിരിക്കും. പലരും പറയുന്നത് കാണുന്നുണ്ട്, പൈസ വന്നിട്ട് വേണം എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ. ആ സമയത്ത് പൈസ ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ആദ്യം എന്തെങ്കിലും ഒന്ന് ചെയ്യും, എന്നിട്ട് ഞാൻ വരാൻ. അപ്പൊ അതുപോലാണ് ഞാൻ ഈ പറഞ്ഞ അമ്മേന്റെ അടുത്ത് പറഞ്ഞ, അമ്മയെ പാസ്പോർട്ട് ഉണ്ട്. എന്തിനപ്പോ പാസ്പോർട്ട് ഉണ്ടോ? ഇല്ല. നമ്മൾ പാസ്പോർട്ട് അപ്ലൈ ചെയ്യാം. എവിടെ പോവാനാ? മലേഷ്യ പോലെ. അപ്പൊ അമ്മ പറയണേ, നീ പോടാ, എന്നെ കളിയാക്കാൻ. അപ്പൊ സത്യം പോവാ, അടുത്ത മാസം പോവാ. എപ്പോഴാ പോകുന്നത്? ഞാൻ പറഞ്ഞ സെപ്റ്റംബർ 12 എന്റെ ബർത്ത്ഡേക്ക്. അല്ല, അത് ഓണല്ലേ, ഓണം കഴിഞ്ഞിട്ട് പോവാ. ഞാൻ അന്ന് അങ്ങനെ നോക്കാം. അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞാൽ ആള് പിന്നെ അടുക്കളയിൽ പോയി. പിന്നെ ഇങ്ങനെ ആളിങ്ങനെ ഞാൻ വെറുതെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ ആള് അടുക്കളയിൽ നിന്ന് എനിക്കെന്തോ ഫുഡ് ഉണ്ടാക്കുക, ഉണ്ടാക്കിക്കൊണ്ട് ചിരിച്ചോണ്ട് ഉണ്ടാക്കുക. എന്നിട്ട് എന്റെ അടുത്ത് പെട്ടെന്ന് വന്നിട്ട് പറയാം, എടാ മലേഷ്യ എവിടാ? മലേഷ്യ. ഞാൻ പറഞ്ഞു, ഞാൻ 4-5 പ്രാവശ്യം പോയി വന്നോണ്ട് പിന്നെ എനിക്കറിയാലോ. ഇത് ഞാനും പോയിട്ടില്ലല്ലോ. ഞാൻ അപ്പൊ തന്നെ ഗൂഗിൾ മാപ്പ് എടുത്ത് ഞാൻ കാണിച്ചു കൊടുത്താ, ഇത്ര ഇന്ത്യ ഇവിടെ കിടക്കുന്നു, സിംഗപ്പൂർ ഇവിടെ കിടക്കുന്നു, അതിന്റെ തൊട്ടതായാലും ഇവിടാണ് മലേഷ്യ. അപ്പം ഇതിങ്ങനെ പറയുന്ന സമയത്ത് അമ്മക്കുണ്ടായ ഒരു സന്തോഷമുണ്ട്. എന്താ അറിയോ, അത് നിങ്ങളടുത്ത് ഞാൻ പറയുന്നില്ല. ഞാൻ എന്റെ 21ാം വയസ്സ് വരെ എനിക്ക് ഈ അമ്മക്ക് വലിയ സന്തോഷം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടില്ല. സ്കൂളിൽ സാറുമാരെ കൊണ്ട് പറയിപ്പിക്കലായിരുന്നു. വീട്ടുകാരെ കൊണ്ട്, കൂട്ടുകുടുംബ ഫാമിലി 10-16 ആൾക്കാരുണ്ട്, നല്ലതൊന്നും പറഞ്ഞിട്ടില്ല. പറയിക്കാൻ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അതാണ്. നാട്ടിലും അങ്ങനെ തന്നെയായിരുന്നു. അപ്പം ഈ പറഞ്ഞ എടുത്തൊന്നും പറയാനില്ല. ഇപ്പോഴാണ് അമ്മക്ക് ഒരു സന്തോഷം ഉണ്ടാക്കുന്നത്. വീടെടുത്ത സമയത്തും അമ്മക്ക് വലിയൊരു, കാരണം അമ്മ അത്രയും കൂട്ടുകുടുംബ ഫാമിലിയിൽ നിന്ന് വലിയൊരു വീട്ടിൽ ആളൊറ്റപ്പെട്ടതില്ല. കാരണം ഏട്ടൻ ഗൾഫിലാണ്. ഇപ്പൊ ഞാനാണെങ്കിൽ വർക്കിന്റെ കാര്യങ്ങളിലായിട്ട് പോയത്, അത് ആളൊറ്റപ്പെടും. അപ്പൊ ഞങ്ങളുടെ മാരേജ് കഴിഞ്ഞതിന് ശേഷമാണ് ഒന്ന് ഫ്രീ ആവുക. എന്തായാലും അത് ഞങ്ങൾക്ക് അറിയാം. കാരണം ഇപ്പൊ ഞാൻ എന്തുകൊണ്ട് അങ്ങനെ ഓടുന്നു, അല്ലെ ഏട്ടൻ അങ്ങനെ ഓടുന്നു എന്നുള്ളവരൊന്നല്ല. ഇപ്പൊ നമുക്കൊരു വലിയ കുഴപ്പമൊന്നുമില്ല. ഒറ്റക്ക് ചെയ്യാനും ഇതാക്കാനും എല്ലാം ആൾക്ക് പറ്റും. എവിടെ പുറത്തേക്കെല്ലാം പോവാൻ. പക്ഷെ കുറച്ചുകൂടി കഴിഞ്ഞാൽ അതിന് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഒരാൾ വേണ്ടി വരും. ആ വേണ്ടെടുത്താണ് നമ്മൾ നിൽക്കേണ്ടത്. ആ സമയത്ത് ഞാൻ ഓടലാണെങ്കിൽ കാര്യമില്ല. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഇപ്പോഴും ഓടിക്കൊണ്ട് 50 ലക്ഷം വന്നിട്ടും ഞാൻ ഓടിക്കൊണ്ട് നിൽക്കുന്നത്. ഈ മലേഷ്യ പോകാനുള്ള ഒരു പ്ലാൻ വന്നത് വേറെ ഒന്നല്ല. ഈ സെപ്റ്റംബർ 1-ാം തീയതി 5-ാം തീയതി എന്റെ ഫ്രണ്ട്, ഈ ബിസിനസ്സിൽ എന്നെ പരിചയപ്പെട്ടിട്ടുള്ള അതുല്ലാദ് എന്ന് പറയുന്ന എന്റെ സുഹൃത്ത്, ആള് മലേഷ്യ പോകും. ആള് മാത്രല്ല, ആളും ആളുടെ കാര്യം. ആള് ഈ അടുത്ത് ഓൾറെഡി ആള് പല എന്താ പറയാ പല ട്രിപ്പുകൾ പോയി വന്നിട്ടുണ്ട്. എന്നോട് പറഞ്ഞാലും പിന്നെ ഈ പാസ്പോർട്ടിൽ ഇത്ര പേജുകളുണ്ട്, ഈ പേജുകളിലൊക്കെ പല രാജ്യങ്ങളുടെ സീലുകൾ വെച്ചിട്ട് മാത്രമേ അതില്ലാതെ അടങ്ങുള്ളൂ. അതുവരെ ഞാൻ ഓടുന്നത്. അപ്പം ഈ ബിസിനസ് നമ്മൾ കണ്ടുനിന്ന്, അല്ലെങ്കിൽ നമ്മൾ നോക്കിയിട്ട് ഓടുന്ന, പിന്നാലെ ഓടുന്ന, അല്ലെങ്കിൽ മുന്നിൽ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലീഡറാണ് അയാൾ. അങ്ങനെ പറയുന്ന സമയത്ത് അയാളെ പിന്നാലെ പോകുന്നത്. അപ്പൊ അപ്പം പ്ലാൻ ചെയ്തു പോകുന്ന സമയത്ത് എന്താ ഫാമിലി ആയിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം ഇതാണ്, എനിക്ക് ഇതിനൊക്കെ പറ്റിയത് ഇതുപോലുള്ള ടീമിൽ ഇതുപോലെ നടന്നിട്ടുള്ള ചില ഓഫറുകൾ വിജയിക്കാരുടെ മൺതരിക്ക് പോലും ഞാൻ ഒരു എക്സൈറ്റ്മെന്റോടെ ഞാൻ കണ്ടെത്തി. കാരണം ഞാൻ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് എന്റെ ടീമിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആ മൺതരിയിൽ ഞാനൊരു എക്സൈറ്റ്മെന്റ് കണ്ടാലേ ഗ്രേറ്റിയുടെ മോഹൻ സാർ ഒരു എക്സൈറ്റ്മെന്റോടെ കാണുള്ളൂ, അല്ലെങ്കിൽ ഗ്രേറ്റിയുടെ ഷിജു സാർ ഒരു എക്സൈറ്റ്മെന്റ്, അല്ലെങ്കിൽ നമ്മുടെ സ്വപ്നേജി ഒരു എക്സൈറ്റ്മെന്റോടെ കാണുള്ളൂ. അവിടെയാണ് നമ്മുടെ കാര്യം നമ്മൾ നോക്കേണ്ട കാര്യം. നമ്മൾ കുറെ ഒറ്റ കോടി പ്ലാൻ കൊടുക്കുക, ഫോളോ അപ്പ്, ഇത് വേണം, ഇത് അൾട്ടിമേറ്റ് വേണം. പക്ഷെ കൂടെ ഓടുന്ന ആളുകളുടെ സ്വപ്നം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഒരു കാര്യമില്ല. അവരുടെ സ്വപ്നം എന്താണെന്ന് മനസ്സിലാക്കണം. അവരുടെ ഡ്രീം, ആ സ്വപ്നത്തെ പൊടി തട്ടാൻ പറ്റണം. അപ്പൊ അങ്ങനെ പൊടി തട്ടാൻ പറ്റിയിട്ടുള്ള ഏറ്റവും വലിയ അവസരമാണ് നിങ്ങൾക്ക് കിട്ടിയത്. നിങ്ങൾ എന്താണ് ചെയ്യണമെന്ന് വേറെ ഒന്നല്ല, നിങ്ങളുടെ ടീമിന്റെ പ്ലാൻ പ്രസന്റേഷന്റെ അക്കൗണ്ട് കൂട്ടുക.
ഒരു ദിവസം നിങ്ങൾക്ക് റിസൾട്ട് അല്ല നോക്കേണ്ടത്. നിങ്ങൾ സെയിൽ വന്നോ, ഒന്ന് 25 എസ് വന്നോ, ഒന്ന് 50 എസ് വന്നോ, 100 എസ് വന്നോ, ഇതിനെല്ലാം നിങ്ങൾ നോക്കേണ്ടത്. അത് വന്നോളും. നമ്മുടെ രഞ്ജിലാൽ സാറ് പറഞ്ഞ പോലെ കർമ്മത്തിൽ വിശ്വസിക്കൂ. നിങ്ങൾ ചെയ്യുന്ന കർമ്മത്തിൽ തീർച്ചയായിട്ടും ഫലം ഉണ്ടാകും. ഈ പ്രപഞ്ച സത്യമാണിത്. ഈ പ്രപഞ്ചത്തിൽ ആരെന്ത് ചെയ്താലും അതിനൊരു കർമ്മം, അതിനൊരു ഫലം തീർച്ചയായിട്ടും കിട്ടുന്നില്ല. അപ്പൊ നിങ്ങൾ ആ റിസൾട്ടിനെ കുറിച്ചാണ് പലരും വേവലാതിപ്പെടുന്നത്. ആ റിസൾട്ടിനെ കുറിച്ച് ആലോചിക്കാതിരിക്കും. ഫലത്തിനെ കുറിച്ച് അല്ലെങ്കിൽ ആ പറഞ്ഞ കർമ്മത്തിൽ മാത്രം വിശ്വസിക്കും. ചെയ്യേണ്ടത് എന്താണ് അത് ചെയ്യാന്നുള്ള. എന്റെ ടീമിൽ ഇത്ര സെയിൽസ് വന്നില്ലല്ലോ, അല്ലെ എന്റെ ടീമിൽ ഇത്ര അച്ചീവേഴ്സ് വന്നില്ലല്ലോ, ഇതിനെല്ലാം ഫോക്കസ് ചെയ്യേണ്ടത്. എന്റെ ടീമിൽ എത്ര പ്ലാൻ പ്രസന്റേഷൻ നടന്നു. അപ്പൊ ഒരാൾ പ്ലാൻ പ്രസന്റേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാൾ ലിസ്റ്റ് ഇടണം. ആ ലിസ്റ്റ് വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിക്കണം. പ്ലാൻ പ്രസന്റേഷൻ ക്യാമ്പയിനിങ് നടത്തണം. ഇവിടെയാണ് നിങ്ങളുടെ DSM ലീഡറിനെ ഉപയോഗിക്കേണ്ടത്. നിങ്ങളുടെ DSM ലീഡറിനെ വെച്ചുകൊണ്ട് നിങ്ങളുടെ ടീം മീറ്റിംഗ്സ് നടത്തുക. അതിന് പകരം എല്ലാ ദിവസവും DSM ലീഡറിനെ വിളിച്ചിട്ട് ഫോളോ അപ്പിന് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ടീമിലുള്ള ടീം മെമ്പേഴ്സിന്റെ ഈ കൂപ്പൺ കൗണ്ട് വളരെ കുറവായിരിക്കും. മനസ്സിലായില്ലേ? ഇപ്പൊ 100 SP കൊണ്ടുവരുന്ന 4 ടിക്കറ്റ് കിട്ടും. അതായത് ഈ നറുക്കെടുപ്പിൽ അയാൾക്ക് 4 ടിക്കറ്റ് കൂപ്പണുകൾ ഉണ്ടാവും. മനസ്സിലായില്ലേ? ആ 4 100 SP നിങ്ങൾ നിങ്ങളുടെ DSM ലീഡറെ കൊണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ SM ലീഡറെ കൊണ്ടായിട്ട് നിങ്ങൾ പോയി ഫോളോ അപ്പ് ചെയ്യുന്നത്. ആ ഫോളോ അപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ SM ലീഡറിനോ അല്ലെങ്കിൽ DSM ലീഡറിനോ ഉപയോഗിച്ചിട്ട് ഒരു മീറ്റിംഗ് നടത്തി, നിങ്ങളുടെ ടീമിലുള്ള ഒരു 5 or 6 ആളുകളെ വെച്ചിട്ട് ഒരു ടീം മീറ്റിംഗ് നടത്തി. ആ 6 ആളുകൾ ടീം മീറ്റിംഗ് നടത്തുന്ന സമയത്ത് ടീം മീറ്റിംഗിൽ എന്തൊക്കെ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്? ഒന്ന്, പ്ലാൻ പ്രസന്റേഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തെ സിമ്പിൾ ആയി കാണിച്ചു കൊടുക്കുക. പ്ലാൻ പ്രസന്റേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം വലിയൊരു കാര്യമല്ല എന്ന് കാണിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ 25 SP-യും 50 SP-യും 100 SP-യും സെയിൽസ് ക്ലോസ് ചെയ്യാൻ പറ്റും എന്നുള്ള കോൺഫിഡൻസ് ഉണ്ടായി കൊടുക്കുക. നമുക്ക് ഫസ്റ്റ് ആദ്യം സമയം പ്ലാൻ കൊടുത്തു. ഇപ്പൊ പലരുള്ളതാണ് പ്ലാൻ പ്രസന്റേഷന്റെ കൗണ്ട്. അപ്പൊ ഞാൻ നോക്കുന്ന സമയത്ത് ഈ ടീമിന്റെ സ്ട്രെങ്ത് അനുസരിച്ചുള്ള പ്ലാൻ പ്രസന്റേഷന്റെ കൗണ്ട് അല്ല ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത്. ആ കൗണ്ട് കൂട്ടിയാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് സെയിൽസിന്റെ എണ്ണം വരും. ഇപ്പൊ ഉള്ള മെയിൻ മാറ്റർ എന്ന് പറഞ്ഞാൽ ഫോൺ ചെയ്യും, പോസിറ്റീവ് വേണോ, അല്ലെങ്കിൽ മറ്റേ ഫേസ്ബുക്ക് നോക്കും, ഫേസ്ബുക്കിന്റെ താഴത്ത് പോയിട്ട് പോസിറ്റീവ് കിട്ടിയില്ല, നമ്പർ കൊടുക്കും, നമ്പർ എന്റെ നമ്പർ വേണമെന്നോ വിളിച്ചോളൂ. ഈ രീതിയിലുള്ള പ്രൊമോഷനാണ് പോകുന്നത്. അപ്പം ഇതൊരു സമയത്ത് നമ്മൾ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്, ഇല്ലാന്നല്ല. പക്ഷെ ഈ പ്രൊമോഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ബോബി ചെമ്മണ്ണൂരിന് അറിയാം ബോച്ചേട്ടി എങ്ങനെ വിൽക്കണം എന്നുള്ളത്. 13 കോടി നഷ്ടത്തിലാണ് ഇപ്പം ബോച്ചേട്ടി പോകുന്നത്. സത്യം പറഞ്ഞാൽ നമ്മള് ബോച്ചേട്ടി ഇപ്പം വെച്ച് 13 കോടി ഒന്ന് ലാഭത്തിലായി കൊടുത്തിട്ട് എന്ന് നമ്മൾ ആലോചിക്കണ്ട. നമ്മൾക്ക് പറ്റുന്ന കാര്യങ്ങളിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യാം. ഇപ്പൊ ഞാൻ അദ്ദേഹത്തെ കാണുന്ന ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ചെയർമാനെ ഞാൻ കാണുന്ന വേറൊന്നുമില്ല, അട്ടക്ക് കണ്ണുള്ളവരാണ്. അയാൾക്കറിയാം എന്ത് ചെയ്യണമെന്നില്ല. ഈ സാധനം ലോഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ലാഭത്തിലാക്കാൻ വൃത്തിക്ക് ആൾക്കറിയാം. അപ്പൊ നമ്മൾ നോക്കേണ്ട കാര്യം, കുറെ പോസിറ്റീവ് എടുത്തിട്ട് നമുക്ക് എന്ത് സെയിൽ കിട്ടുന്നു, നമുക്ക് എന്ത് വരുമാനം കിട്ടുന്നു. പ്ലാൻ പ്രസന്റേഷന്റെ കൗണ്ട് ഫോക്കസ് ചെയ്യുക, ടീം മീറ്റിംഗ്സിൽ ഫോക്കസ് ചെയ്യുക. ടീം മീറ്റിംഗിൽ SM എബോ ലീഡറെ കൊണ്ട് DSM എബോ ലീഡറെ കൊണ്ട് ഫോക്കസ് ചെയ്യുക. റിപ്പോർട്ട്, വർക്ക് റിപ്പോർട്ട്, ഇത് ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. വർക്ക് റിപ്പോർട്ട്, അതായത് പ്ലാൻ കൊടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഒരാൾ ഇതിന് പ്ലാൻ കൊടുക്കുന്നുണ്ടാവും, ഈ ബിസിനസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ആ പറഞ്ഞെടുത്ത് 24 hours ഫോളോ അപ്പ് വന്നിട്ടുണ്ടാവില്ല. അപ്പൊ പലർക്കും ഉള്ള ഒരു ഇതാണ്, ഞാൻ കുറെ ആളുകളായിട്ട് സംസാരിച്ച സമയത്ത് അവർക്കുണ്ടാകുന്ന കാര്യം, സാറേ നമ്മൾ പ്ലാൻ പറഞ്ഞു കൊടുത്തതിനാൽ സ്പോട്ടിൽ ക്ലോസ് ചെയ്യാൻ പറ്റുന്നതിന്റെ ഏറ്റവും എളുപ്പം. ഈ സ്പോട്ടിൽ ക്ലോസ് ചെയ്യാൻ ഞാനൊക്കെ ഈ ബിസിനസിൽ 3-4 പ്രാവശ്യം ഇറങ്ങിയെടുത്താണ് നമുക്കൊരു ക്ലോസ് കിട്ടും. ഇപ്പൊ മൂസൻ സാറിനെ ഞാൻ പറഞ്ഞു 100 SP ക്ലോസ്. ആളോട് പ്ലാൻ പറഞ്ഞ ആളോട് സംസാരിച്ചാൽ മതി. ആളോട് പ്ലാൻ പറഞ്ഞിട്ട് 1.5 ആഴ്ച കഴിഞ്ഞിട്ടാണ് ആളെ സെയിൽ ക്ലോസ് ചെയ്യുന്നത്. 1.5 ആഴ്ച. നിങ്ങൾ ആലോചിച്ചത് ഈ 1.5 ആഴ്ച ഞാൻ ആള് പ്ലാൻ പറഞ്ഞു, ആള് ക്ലോസ് ചെയ്തില്ല, ആള് ബിസിനസ് ഇല്ല, അല്ലെങ്കിൽ ഞാൻ നോക്കാം ആലോചിക്കാന്ന് പറഞ്ഞു. പിന്നെ ആള് ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല, എന്റെ ഫോണും എടുക്കുന്നില്ല, അതുലാ സാറ് ഫോണും എടുക്കുന്നില്ല. അപ്പൊ ഞാൻ അതുൽ സാറോട് പറയാം, ഇനി ഫോൺ എടുക്കുന്നില്ല, ആളെ വിട്ടേക്ക് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു മീറ്റിങ്ങിലേ ഇരിക്കണ്ടാവില്ല വേണമെങ്കിൽ. ഇന്ന് നമ്മൾ ഇങ്ങനെ കാണുന്ന പോലും ഉണ്ടാവില്ല വേണമെങ്കിൽ. അപ്പൊ ഞാൻ പറഞ്ഞ ഒരു മാറ്റർ ഇതാണ്, ഈ പറഞ്ഞ ഓഫറിലെ
ഈ 20-ാം തീയതിയിൽ എത്ര അച്ചീവേഴ്സിന് എണ്ണം കൂടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടീമിലുള്ള നിലവിൽ നടക്കുന്ന പ്ലാൻ പ്രസന്റേഷന്റെ കൗണ്ട് കൂട്ടണം. പക്ഷെ പലരും ഈ പ്ലാൻ ബുക്ക് പോലും പല ടൈമിലില്ല. അതാണ് മാറ്റർ. നമ്മുടെ ടീമിൽ എത്ര പ്ലാൻ ബുക്ക് ഉണ്ടെന്ന് നോക്ക്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് നിങ്ങളുടെ ടീമിൽ ആരുടെ കയ്യിലൊക്കെ പ്ലാൻ ബുക്ക് ഇല്ല. ഈ ഓഫർ ഏറ്റവും കൂടുതൽ അടിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. കാരണം ഓഫർ എന്ന് പറയുന്ന ഒരു സാധനത്തെ ഞാൻ പറഞ്ഞില്ല, ഓഫർ എന്ന് പറയുന്ന രീതിയിൽ വരുന്ന എൻട്രികൾ, ആ സെയിൽ വേണമെങ്കിൽ നമ്മുടെ എമറാൾഡ്സ് ആയിരിക്കാം, വേണമെങ്കിൽ നമ്മുടെ ക്രൗൺസ് ആയിരിക്കാം, വേണമെങ്കിൽ നമ്മുടെ ഡയമണ്ട്സ് ആയിരിക്കാം. അത് നാളുകളിൽ ഈ പറഞ്ഞ ആവണമെങ്കിൽ അവർ തീർച്ചയായിട്ടും ഈ ബിസിനസ് ചെയ്യണം. അങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ